യേശു സത്യത്തിൽ മരിച്ചോ? ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അതിന്റെ തുടർച്ചയാണെന്ന് മാത്രം. യേശു സത്യമായും കുരിശിൽ മരിച്ചു എന്നതിന് ആവശ്യത്തിൽ കൂടുതൽ തെളിവുകളുണ്ട്. നിരീശ്വരവാദിയും ചരിത്രകാരനുമായ ബാർഡ് ഡിയർമാൻ യേശു മരിച്ചു എന്ന് പറയപ്പെടുന്ന സമയത്തിൽ നിന്ന് 150 വർഷത്തിനുള്ളിൽ യേശുവിനെ പരാമർശിക്കുന്ന 20-ൽ പരം ഇൻഡിപെൻഡന്റ് സോഴ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ എക്സ്ട്രാ ബിബ്ലിക്കൽ സോഴ്സുകൾ ഏതാണെന്ന് ജസ്റ്റ് പറയാം. റോമിലെ വിശുദ്ധ ക്ലെമന്റ്, അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്, പോളികാർപ്പിന്റെ എഴുത്തുകൾ, അക്രൈസ്തവരായ ജോസീഫസ്, ടാസിറ്റസ്, ലൂസിയൻ, മാറാബാർ സെറാപ്പിയോൻ, ബാബിലോണിയൻ താൽമുദ്, പിന്നെ നോസ്റ്റിക് ഗോസ്പിൾസ് ആയ ഗോസ്പിൾ ഓഫ് പീറ്റർ, ഗോസ്പിൾ ഓഫ് ട്രൂത്ത്, ട്രീറ്റീസ് ഓൺ റിസറക്ഷൻ എക്സെട്ര. പിന്നെ ബൈബിൾ ശരിക്കും ഒന്ന് വായിച്ചാൽ അതിൽ സംഭവം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളെ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, മരണം നടക്കുന്ന സമയത്ത് യോഹന്നാനും പിന്നീട് അവന്റെ കൂടെ കല്ലറ തേടിയെത്തിയ അറസ്റ്റ് നേരിട്ട് കണ്ട പത്രോസും പിന്നെ അവനെ അടക്കം ചെയ്ത അരമത്യക്കാരൻ യൗസേപ്പും നിക്കോദിമോസും. ഇതിൽ അരമത്യക്കാരൻ യൗസേപ്പ് യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങാൻ പീലാത്തോസിനെ സമീപിക്കുമ്പോൾ പീലാത്തോസ് യേശു മരിച്ചോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ. അത് മാത്രമല്ല, ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ബൈബിളിൽ പൗലോസിന് മുൻപേ സഭയിൽ ചെറിയ വിശ്വാസ പ്രമാണങ്ങൾ അഥവാ ക്രീഡുകൾ നിലനിന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്താണോ വിശ്വസിക്കുന്നത് അതിന്റെ ഒരു ക്യാപ്സ്യൂൾഡ് ഓറൽ ട്രഡീഷണൽ ഫോം. സാധാരണ ഇത് മാമോദിസായ്ക്കുള്ള ഒരുക്കത്തിനോ അല്ലെങ്കിൽ ആരാധനയ്ക്കൊക്കെ ഉപയോഗിച്ചു പോന്നിരുന്നതാണ്. ഇതുപോലുള്ള ഒരു വിശ്വാസ പ്രമാണം അഥവാ ക്രീഡാണ് പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 11-ഉം 15-ഉം അധ്യായത്തിലുള്ളത്. ബാർഡ് ഡിയർമാന്റെ അഭിപ്രായത്തിൽ ഇത് അറമായ ഭാഷ പറയുന്ന പാലസ്തീനയിൽ രൂപപ്പെട്ടതാണ്. അതും യേശുവിന്റെ മരണത്തിന് 1-2 വർഷത്തിനുള്ളിൽ. യേശുവിന്റെ മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചുമാണ് അത് പരാമർശിക്കുന്നത്. ഇത് പൗലോസിന് എവിടുന്നോ ലഭിച്ചതാണെന്നും പൗലോസ് പറയുന്നുണ്ട്. പിന്നെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് യേശുവിന്റെ ശിഷ്യന്മാരെ കാണാൻ പോകുന്ന രംഗവും നമുക്ക് കാണാം. പിന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ് ക്രൈറ്റീരിയ ഓഫ് എംബാരസ്മെന്റ് അഥവാ ലജ്ജിപ്പിക്കുന്ന വസ്തുതകൾ. ഫോർ എക്സാമ്പിൾ, യേശു കുരിശിൽ മരിച്ചു എന്നത് ഒരു കഥയാകാൻ ഒരു വഴിയില്ല. കാരണം യഹൂദരെ സംബന്ധിച്ചിടത്തോളം മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ പിന്നെ യഹൂദർ കാത്തിരുന്ന ലോകത്തെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാൻ വരുന്ന രാജാവായ മിശിഹ എങ്ങനെയാണ് ഒരു അടിമയെ പോലെ കുരിശിൽ മരിക്കുന്നത്? ഇതുകൊണ്ടാണ് അവന്റെ ശിഷ്യന്മാർക്ക് പോലും ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നത്. പിന്നെ എക്കാലവും യേശുവിന്റെ കുരിശുമരണം യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവും ആയിരുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ക്രൂശീകരണവും അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള വിവരണങ്ങളും ശരിയല്ലെങ്കിൽ പിന്നീട് വലിയ സഭാ തലവന്മാരായി മാറിയ അപ്പസ്തോലന്മാർ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ കണ്ടമൊഴി ഓടി എന്നൊക്കെ ആരെങ്കിലും എഴുതി വെക്കും. അതിലുപരി ക്രിസ്തുമതത്തിന്റെ കേന്ദ്രമായ കുരിശുമരണവും ഉദ്ധാനവും സാക്ഷ്യം വഹിക്കാൻ അവിടെ ഉണ്ടായിരുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളുടെ വാക്കിന് ഒരു വിലയുമില്ലാത്ത കാലമാണത്. സോ ഇതൊരു കഥയാവാൻ ഒരു സാധ്യതയുമില്ല. എന്ന് പറഞ്ഞാൽ ലജ്ജിപ്പിക്കുന്ന അഥവാ ബുദ്ധിമുട്ടുളവാക്കുന്ന ഇത്തരം വസ്തുതകൾ തന്നെയാണ് ഇങ്ങനൊരു സംഭവം നടന്നു എന്നതിന്റെ തെളിവ്. പിന്നെ യേശുവിന്റെ മരണം ഉറപ്പാക്കുക എന്നുള്ളത് യഹൂദ പ്രമാണികളുടെ ആവശ്യമായിരുന്നു, റോമ പടയാളികളുടെ നിവർത്തികേടുമായിരുന്നു. അല്ലെങ്കിൽ അവൻ എങ്ങാനും ജീവിച്ചിരുന്നാൽ യഹൂദ മതത്തിനും അന്ന് അവിടെ ഉണ്ടായിരുന്ന പടയാളികൾക്കും ഒരേപോലെ ആപത്താണ്. സോ ബൈബിളിൽ യഹൂദർ അവൻ മരിക്കുന്നത് കണ്ടെന്നും മരണം ഉറപ്പാക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ റോമ പടയാളികൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കാലുകൾ തകർത്തെന്നും യേശുവിന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി അവന്റെ മരണം ഉറപ്പാക്കിയെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ വെച്ചാണല്ലോ ശതാധിപൻ ഇവൻ ശരിക്കും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത്. ഇനിയാണ് മെഡിക്കൽ എവിഡൻസസ്. കുരിശിൽ തറക്കപ്പെട്ടാൽ എങ്ങനെയാണ് മരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറെ പഠനങ്ങളുണ്ട്. എല്ലാ സ്റ്റഡീസും മരണകാരണമായി പറയുന്നത് എസ്ഫിക്സിയേഷൻ അഥവാ ശ്വാസം മുട്ടൽ, ഹാർട്ട് ഫെയിലിയർ എന്നൊക്കെയാണ്. പിന്നെ അതിന് കാരണമാകുന്ന ആഘാതം അഥവാ ഷോക്ക്, പ്ലൂറൽ എഫ്യൂഷൻ അഥവാ ശ്വാസകോശത്തിലെ നീർക്കെട്ട്, പൾമനറി എംബോളിസം അഥവാ ശ്വാസകോശത്തിലെ രക്തക്കുഴലുകളിൽ പെട്ടെന്നുണ്ടാകുന്ന രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ, പിന്നെ സസ്പെൻഷൻ ട്രോമ. അങ്ങനെ മരണകാരണം പലതരമാണ്. കുരിശിൽ തറക്കപ്പെട്ട വ്യക്തി മരിക്കാൻ മിനിറ്റുകളോ ദിവസങ്ങളോ കിടന്നേക്കാം. നാസി ഭരണകാലത്ത് നടന്ന കുരിശുമരണങ്ങളുടെ ദൃക്സാക്ഷികൾ പറയുന്നത് 10 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെയാണ് ഒരാൾ കുരിശിൽ മരിക്കാൻ എടുത്തത് എന്നാണ്. എന്നാൽ ദിവസങ്ങൾ കിടന്ന ചരിത്രവും നമുക്ക് കാണാം. പക്ഷേ യേശുവിന്റെ കാര്യത്തിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കാലുകൾ തകർത്തു എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് മരിക്കാൻ അഥവാ മരണം ഉറപ്പാക്കാൻ ഘനം കൂടിയ ഒരു വസ്തു കൊണ്ട് ശരീരത്തെ ശക്തമായി പ്രഹരിക്കുന്നതിനെ കുറിച്ച് പല സോഴ്സുകളും ആർക്കിയോളജിക്കൽ എവിഡൻസുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ യേശുവിന്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. ചിലർ ചോദിക്കും, യേശു മരിച്ചാൽ പിന്നെ എവിടുന്ന രക്തം വന്നത് എന്ന്. ചിലപ്പോൾ ഇത് സാധാരണമല്ലാത്തതുകൊണ്ടായിരിക്കും യോഹന്നാൻ സ്ലീഹ ഇത് കണ്ടവൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യമാണ് എന്ന് എഴുതിയത്. റീസെന്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ഭയങ്കരമായ ആഘാതവും അമിതമായ രക്തസ്രാവവും ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ശേഷിയെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. ഇതിന് ക്വാഗുലോപ്പത്തി എന്നാണ് വിളിക്കുന്നത്. യോഹന്നാൻ സ്ലീഹ വിലാവ് അഥവാ ഇംഗ്ലീഷിൽ സൈഡ് എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് പ്ലൂര എന്നാണ്. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള മെഡിക്കൽ പഠനങ്ങൾ പറയുന്നത് 2 വാദങ്ങളാണ്. ഒന്നുകിൽ കുന്തം യേശുവിന്റെ പെരികാർഡിയം അഥവാ ഹൃദയാവരണത്തെ തുളച്ച് ഹൃദയത്തിലേക്ക് കയറി. കുന്തം ഹൃദയത്തെയും ശ്വാസകോശത്തെയും ഒരുപോലെ തുളച്ചു. എന്തായാലും യേശു ഇതുവരെ മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ കുത്ത് അവനെ ഉറപ്പായും വധിച്ചേനെ എന്നാണ് ഡോക്ടർ ജോസഫ് ബർഗേഴ്സൺ പറയുന്നത്. ഇനി എങ്ങാനും യേശുവിന്റെ ഉള്ളിൽ ജീവൻ ഇത്തിരിയെങ്കിലും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ശ്വാസകോശം തുളഞ്ഞുണ്ടാകുന്ന ആ ഹോളിലൂടെ വായു പുറത്തേക്ക് പോകുന്ന ഒരു ശബ്ദമുണ്ടാകും. ഇതിനെ സക്കിംഗ് ചെസ്റ്റ് വൂണ്ട് എന്നാണ് പറയുക. ഇതെന്തായാലും പുറത്തുള്ളവർ കേൾക്കും. ദുർഗന്ധം മാറ്റാൻ അവനെ സംസ്കരിക്കുമ്പോൾ ഉപയോഗിച്ച സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് അവനെ സുഖപ്പെടുത്തി എന്ന് പറയുന്നവരോട് ലോറി ഇടിച്ചവനെ വിക്സ് മണപ്പിച്ചാൽ ശരിയാവോ? അതുപോലെ എങ്ങാനും യേശു ജീവനോടെ ഇരുന്ന് 3-ാം ദിവസം ഇഴഞ്ഞിഴഞ്ഞ് കല്ലറയിൽ നിന്ന് പുറത്തിറങ്ങി സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടാൽ അവർ മരണത്തെ ജയിച്ച പ്രതാപവാനായ മിശിഹായാണോ അവിടെ കാണാൻ പോകുന്നത്? നമുക്ക് ലഭ്യമായിട്ടുള്ള ചരിത്രത്തിൽ ക്രൂശീകരണത്തിൽ നിന്ന് ജീവനോടെ തിരിച്ചു വന്ന 2 സംഭവങ്ങളേ ഉള്ളൂ. ഒന്ന്, ചരിത്രകാരനായ ഫ്ലാവിയോസ് ജോസഫസിന്റെ 3 സുഹൃത്തുക്കളെ റോമാക്കാർ ജെറുസലേം പിടിച്ചടക്കിയപ്പോൾ ക്രൂശിലേറ്റി. ഫ്ലാവിയോസ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് 3 പേരെയും അവിടെ നിന്ന് പെട്ടെന്ന് ഇറക്കി ഏറ്റവും മികച്ച വൈദ്യ ചികിത്സ കൊടുത്തു.
എന്നിട്ടും രണ്ടുപേര് മരിച്ചു, ഒരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹെറോദോത്തോസ് തന്റെ പുസ്തകത്തിൽ സാന്തോസിസ് എന്നൊരാളെ രാജാവ് ഇടപെട്ട് ക്രൂശിൽ നിന്ന് ഇറക്കിയ കഥ പറയുന്നുണ്ട്. ബട്ട് ഒരു പൂർണ്ണ ക്രൂശീകരണത്തിൽ നിന്നും ആരും ഇതുവരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. അതുകൊണ്ടാണ് മൈക്ക് ലിക്കോണ പറയുന്നത്, യേശുവിനെ കുരിശിൽ നിന്ന് നേരത്തെ തന്നെ മാറ്റുകയും വൈദ്യസഹായം നൽകുകയും ചെയ്തിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജീവിത സാധ്യത വളരെ കുറവായിരുന്നു. കൂടാതെ യേശുവിനെ ജീവനോടെ മാറ്റിയെന്നോ അല്ലെങ്കിൽ റോമിലെ ഏറ്റവും മികച്ച ഏതെങ്കിലും വൈദ്യസഹായം നൽകിയെന്ന് പറയുന്നതിൽ തെളിവുകളുമില്ല. അതുപോലെ തന്നെ യേശുവിന്റെ ശരീരം പൊതിയാൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന ടൂറിനിലെ കച്ച എങ്ങാനും ഒത്തന്റിക് ആണെങ്കിൽ പൊന്നു മക്കളെ, വി ഹാവ് എ ടൺ ഓഫ് തിങ്സ് ടു സേ. അതിലെ അനാറ്റമി, ബ്ലഡ് സാമ്പിൾസ് തൊട്ട് നെഗറ്റീവ് ഇമേജിംഗ് വരെ യേശു മരിച്ചു എന്നതിന് തെളിവാണ്. ഇതിനെക്കുറിച്ച് ലേറ്റസ്റ്റ് സ്റ്റഡീസിന്റെ ഇൻഫർമേഷൻ ട്രൂത്ത് ടൈംസിന്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഷ്രൗഡ് ഓഫ് ടൂറിൻ എന്ന ഹൈലൈറ്റിൽ പോയാൽ കിട്ടാവുന്നതാണ്. ഇത്രയുമൊക്കെ എവിഡൻസ് ഉള്ളതുകൊണ്ടാണ് ജോൺ ക്രോസൻ യേശുവിന്റെ ക്രൂശീകരണം ഏതൊരു ചരിത്ര സംഭവത്തെക്കാളും ഉറപ്പായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്ന് പറയുന്നത്. ഇത്രയും എവിഡൻസ് കണ്ടിൽ നിന്ന് നടിച്ച് 7-ാം നൂറ്റാണ്ടിലെ ഒരു മതപുസ്തകം ഈശോയെ ആരും ക്രൂശിൽ തറച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി പറയാതിരിക്കുന്നതാണ് ഭേദം. ബൈബിളിൽ യേശു പ്രത്യക്ഷമായും പരോക്ഷമായും തന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗെത്സമനയിലെ അവന്റെ പ്രാർത്ഥന അവന്റെ മാനുഷിക ദൗർഭാഗ്യത്തെ കാണിച്ചെങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ചിലർ ചോദിക്കും, ദൈവം എങ്ങനെയാണ് മരിച്ചത്? യേശു ഒരു ദൈവ വ്യക്തിയാണ്. അവനിൽ 2 സ്വഭാവങ്ങളുണ്ട്, ദൈവിക സ്വഭാവവും മാനുഷിക സ്വഭാവവും. ഇതിൽ ഏത് സ്വഭാവം പ്രവർത്തിച്ചാലും അത് ആ വ്യക്തിയെയാണ് അട്രിബ്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അവന്റെ മരണം അവന്റെ മാനുഷിക സ്വഭാവത്തിന്റെ അനുഭവമാണ്. എങ്കിലും സബ്ജക്ട് വ്യക്തി ആയതുകൊണ്ട് ദൈവം മരിച്ചു എന്ന് പറയാം. സെയിം ഗോസ് വിത്ത് അവന്റെ ജനനം. ആൻഡ് ഈവൻ ഇഫ് ജീസസ് യൂസസ് ദ വാഷ്റൂം, ദൈവം വാഷ്റൂം യൂസ് ചെയ്തു എന്ന് പറയാം. പക്ഷേ വാട്ട് ഡസ് ദിസ് മീൻ? 2000 വർഷം മുൻപ് ഒരു കള്ളപ്രവാചകനെ കൊന്നു എന്നതിനേക്കാൾ ഉപരി ഇതൊരു സാക്രിഫൈസ് ആണ്. കാരണം യേശു തന്നെ പറയുന്നുണ്ട്, ആരും എന്നിൽ നിന്ന് ജീവൻ പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ്സ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. സോ ഇതിലൊരു സ്വാതന്ത്ര്യമുള്ള ഒരു അർപ്പണമുണ്ട്. ആൻഡ് യേശു തന്നെ പറയുന്നുണ്ട്, സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആൻഡ് വേറൊരു സ്ഥലത്ത് നിങ്ങളെ ദാസന്മാരായല്ല സ്നേഹിതർ എന്നാണ് ഞാൻ വിളിച്ചതെന്ന്. സോ നിനക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്. എൻ്റെ ഒരു കൂട്ടുകാരന് മുഴുത്ത പ്രേമം. പെൺകൊച്ച സുന്ദരിയാണ്, പക്ഷേ സംസാരിക്കാനോ ചെവി കേൾക്കാനോ പറ്റില്ല. അതുകൊണ്ട് അവളുടെ ഭാഷയിൽ അവളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഇപ്പോൾ ആശാൻ യൂട്യൂബ് നോക്കി സൈൻ ലാംഗ്വേജ് പഠിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവം ഇതുപോലെ നമ്മളോട് നമ്മളുടെ ഭാഷയിൽ ഐ ലവ് യു പറഞ്ഞതാവാം. ഈ നശ്വരമായ ലോകത്തിൽ കുറേ സ്നേഹം അവസാനം വരെയുള്ള സ്നേഹമാണ്, അവസാനം മരണമാണ്. അതുകൊണ്ട് അവൻ നമ്മെ അവസാനം വരെ, മരണം വരെ സ്നേഹിച്ചു. എപ്സ്റ്റീൻ ഫയൽസ് ഇറങ്ങിയപ്പോൾ നമ്മളൊക്കെ ചോദിച്ചു, മനുഷ്യൻ എത്രമേൽ ക്രൂരനാവാൻ സാധിക്കും? 2000 വർഷം മുൻപ് ദൈവം സ്നേഹം, സത്യം മനുഷ്യനായപ്പോൾ ദൈവത്തെ, സ്നേഹത്തെ, സത്യത്തെ കൊന്നവരാണ് നമ്മൾ. ഈ വീഡിയോ കാണുന്നത് ആരായാലും നിനക്ക് ദൈവത്തിന്റെ രക്തത്തിന്റെ വിലയുണ്ട്. നിന്റെ ജീവന്, സഹനത്തിന്, മരണത്തിന് അവനിൽ അർത്ഥമുണ്ട്. താങ്ക് യു.